തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കർത്തൃദിവസമായി ഇന്ന് നാം ചിന്തിക്കുന്നത് സംഖ്യാപുസ്തകം 19 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പശുഭസ്മത്തെക്കുറിച്ചാണ്. കളങ്കമില്ലാത്തതും ഊനമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായൊരു ചുവന്ന പശുക്കിടാവിനെ അതിൻ്റെ തോലും മാംസവും രക്തവും ചാണകവും ഉൾപ്പെടെ ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ എന്നിവയോടുകൂടെ ചുട്ട് ഭസ്മമാക്കണം. അത് മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മമായി സൂക്ഷിച്ചു വയ്ക്കണം. അതൊരു പാപയാഗമായി അർപ്പിക്കപ്പെടുന്നു. ശവത്താൽ അശുദ്ധനായ ഒരുവനെ ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ മക്കൾക്കും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശികൾക്കും എന്നേക്കുമുള്ള ചട്ടമായി ഇത് നൽകിയിരുന്നു. 7 ദിവസമാണ് അശുദ്ധിയുടെ കാലം. പശുഭസ്മം ഉറവ് വെള്ളത്തിൽ കലക്കി ഈസോപ്പ് തണ്ടിൽ മുക്കി അശുദ്ധനായ ഒരുവൻ്റെ മേൽ തളിക്കുകയാണ് ചെയ്യുന്നത്. 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. 3-ാം ദിവസം തളിക്കാതെ 7-ാം ദിവസം മാത്രം തളിച്ചാൽ അവൻ ശുദ്ധനാകുകയില്ല. 7-ാം ദിവസം അവൻ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം അലക്കി വെള്ളത്തിൽ തന്നെത്താൻ കഴുകണം. സന്ധ്യയ്ക്ക് അവൻ ശുദ്ധിയുള്ളവനായിത്തീരും. ആരെങ്കിലും അശുദ്ധനായി തീർന്നിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാഞ്ഞാൽ അവനെ സഭയിൽ നിന്നും ഛേദിച്ചു കളയണം. അവനെ യഹോവയുടെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അശുദ്ധൻ തൊടുന്നതെല്ലാം അശുദ്ധമാകും. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രമാണങ്ങൾ എത്ര ഘനതരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വ്യവസ്ഥകൾ. ദൈവം വിശുദ്ധനാകിയാൽ തന്നോട് അടുക്കുന്നവരും വിശുദ്ധരായിരിക്കണം. എബ്രായ ലേഖനകാരൻ ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങളാണിത്. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. 1. മനുഷ്യൻ എപ്പോഴും അശുദ്ധിയുമായി ബന്ധപ്പെട്ട് അശുദ്ധരായിത്തീരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന് പരിഹാരവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിഷ്പാപാവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് മനുഷ്യൻ പാപിയായിത്തീർന്നു. അത് ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അതിനുള്ള പരിഹാരവും ദൈവം മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം പാപപരിഹാരത്തിനുള്ള വഴി ഒരുക്കാതിരുന്നെങ്കിൽ മനുഷ്യൻ എന്നേക്കും പാപത്തിൽ തുടരുകയും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമായിരുന്നു. പഴയ നിയമകാലഘട്ടത്തിൽ ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും കേവലം ജഡീകശുദ്ധി മാത്രമേ വരുത്തിയിരുന്നുള്ളൂ എന്ന് തിരുവചനം പറയുന്നു. എന്നാൽ ഈ കാലത്ത് അതിനേക്കാൾ ശ്രേഷ്ഠമായ ശുദ്ധീകരണ മാർഗം ദൈവം നമുക്കായി തുറന്നു തന്നിരിക്കുന്നു. അത് നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തമാണ്. അത് കേവലം ജഡീകശുദ്ധി വരുത്തുവാനുള്ളതല്ല, പ്രത്യുത നമ്മുടെ മനസാക്ഷിയെ തന്നെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമായതാണ്. അതായത് നമ്മുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് ശുദ്ധീകരിക്കുന്നുവെന്ന് സാരം. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് നിർമ്മല മനസാക്ഷിയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുമെന്നതാണ് അതിൻ്റെ സാധ്യത. മലിനപ്പെട്ടവൻ പശുഭസ്മം തളിച്ച് ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ അവനെ സഭയിൽ നിന്നും ഛേദിച്ചു കളയണമെന്നതാണ് പ്രമാണം. പ്രിയരെ, ഈ കർത്തൃദിവസത്തിൽ ദൈവത്തോടടുത്ത് ചെല്ലുവാനും വിശുദ്ധിയോടുകൂടി ദൈവത്തെ ആരാധിക്കുവാനും കഴിയത്തക്ക നിലയിൽ ദൈവം നമ്മുടെ അന്തരാത്മാവിൽ ശുദ്ധീകരണം നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ അശുദ്ധി നിമിത്തം നാം ദൈവസന്നിധിയിൽ നിന്നും ഛേദിക്കപ്പെടാതിരിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയ ദൈവ കുഞ്ഞാടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കുഞ്ഞാടിൻ്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ചത്. അതുകൊണ്ടാണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത്, ദൈവത്തെ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്നത്. ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ മൂപ്പന്മാരും ജീവികളും അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിനെ ആരാധിച്ചതുപോലെ ഈ കർത്തൃദിവസത്തിൽ നമുക്കും നമ്മുടെ കർത്താവിനെ മഹത്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നൽകി നമ്മെ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ നിലനിർത്തുന്നതിനായി സ്തോത്രം ചെയ്ത് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടെ നിങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ ശുദ്ധീകരിച്ച് നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ബഹുമാനവും ബലവും മഹത്വവും സ്വീകരിപ്പാൻ യോഗ്യനായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.